This is a travel that actually is something special കാരണം ഒരു സ്കൂളിൽ പഠിക്കുന്ന റാൻഡം ക്ലാസ്സിലിരിക്കുന്ന ഒരു 3 ആൾക്കാരെ എപ്പോഴും ലൈഫിൽ ഒരുമിച്ച് ഒരു പോയിന്റിൽ ഇൻ്റർസെക്റ്റ് ചെയ്ത് അവർ ഫ്രണ്ട്സ് ആകുകയും എന്നാൽ ആ ഫ്രണ്ട്ഷിപ്പിൽ വലിയ മെയിൻ്റനൻസ് കോസ്റ്റ് ഒന്നും ഇല്ലാണ്ട് വല്ലപ്പോഴും ഒരിക്കൽ മാത്രം ക്യാച്ചപ്പ് ചെയ്യുന്ന ഒരു 3 സുഹൃത്തുക്കൾ ഇന്ന് മീറ്റ് ചെയ്യുന്നത് 3 പേരിൽ ഒരാളുടെ കല്യാണം ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ്. യെസ്, ദിസ് is Abibi and myself going to enjoy some few days in Tamil Nadu, specifically in Trichy. അവിടെ ഞങ്ങളുടെ ക്ലോസ് ഫ്രണ്ടായിട്ടുള്ള the most gorgeous, beautiful bride come our best dear friend പ്രീതിയുടെ ഒരു ലൈഫിൽ നടക്കുന്ന മോസ്റ്റ് പ്രസ്റ്റീജിയസ് മൊമെൻറ്റിനെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിലൊരു ഭാഗമാകാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രാവൽ ചെയ്ത് വന്നേക്കുവാണ്. ഷീ ഹാസ് ഗോട്ട് ന്യൂമറസ് ഫ്രണ്ട്സ് ആൻഡ് വി ആർ വൺ എൻ്റർടൈൻമെൻറ്റ്. നമ്മളും അവളൊരു സ്പെഷ്യൽ people ആയതുകൊണ്ട് ഷീ ഇൻവൈറ്റഡ് us. We came all through here to enjoy and bless her with all our wishes. ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് എന്നൊരു ക്വസ്റ്റ്യനാണ്. ഒരു ഉത്തരം എത്ര ആലോചിച്ചിട്ട് എനിക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നില്ല. ഇറ്റ് ഈസ് വെരി ഓർഗാനിക്. ഒരു 3 ഡിഫറെൻറ്റ് ഡിവിഷനിൽ അരസിന സ്കൂളിൽ പഠിച്ച ഞങ്ങൾ ഒരു ട്യൂഷൻ ക്ലാസ്സിൽ അവിടെ നിന്ന് ഒരു ഹോംവർക്ക് എന്നൊരു ക്വസ്റ്റ്യനിൽ നിന്ന് ആയിരിക്കാം ആ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ തുടക്കം കുറിച്ചെന്ന് തോന്നുന്നു. വർഷത്തിലോ അല്ലെങ്കിൽ 2-3 വർഷത്തിലോ ഒരിക്കൽ മാത്രം ഒത്തുചേരുകയും വി ഡിസ്കസ് അബൌട്ട് അവർ ലൈഫ് അപ്ഡേറ്റ്സ്, അങ്ങനെ വല്ലപ്പോഴും ഒരിക്കൽ മാത്രം ക്യാച്ചപ്പ് ചെയ്യുന്നൊരു ഫ്രണ്ട് സർക്കിളിൽ നിന്ന് ടുഡേ വി ആർ ഹിയർ ടു ബ്ലെസ് അവർ ഡിയർ ഫ്രണ്ട് പ്രീതി. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനൊരു ഫങ്ഷൻ അവൾ നമ്മളെ ഇൻവൈറ്റ് ചെയ്യും. ബിക്കോസ് വി ആർ നോട്ട് ടു ക്ലോസ്, വി ആർ ജസ്റ്റ് a part of her in her school life, and she invited us. We were so happy to go and give our presents as a gift for her. അറിയില്ല, ഒത്തിരി സ്നേഹവും ഒത്തിരി പ്രാർത്ഥനയും നമ്മൾ അവൾക്ക് ഗിഫ്റ്റ് ചെയ്യുകയാണ്. May your life cherish with full of happiness, my dear Preeti. Me and Zisa is always going to be your special person. We want to be like that, and we really from our bottom of heart bless you always, and we love you always. കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ 2 പേരും ഒന്ന് ജസ്റ്റ് ഒരു വാക്കിന് പോയി. വെറുതെയുമല്ല, സിസ തൃച്ചിയിൽ ജോയിൻ ചെയ്യാൻ പോവുകയാണ്. ആൻഡ് അവിടുത്തെ കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ അന്വേഷിച്ച് ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ച് റൂമിൽ വന്ന് ഡ്രസ്സ് ചെയ്തിട്ട് വി പ്ലാൻഡ് ബ്യൂട്ടിഫുൾ ട്രിപ്പ് ടു തഞ്ചാവൂർ. അറിയില്ല, അങ്ങനെ പ്രീ പ്ലാൻഡ് ആയിട്ടൊന്നും ചെയ്തതല്ല. നമ്മൾ അവിടെ ചെന്ന് നിന്ന് എങ്ങനെ പോകണം എന്നൊക്കെ ഗൂഗിളിൽ നോക്കി ഒരു ട്രെയിൻ എടുത്ത് തഞ്ചാവൂരിലോട്ട് നമ്മൾ ട്രെയിൻ കയറി. കൊച്ചി ടു തഞ്ചാവൂർ ഓൾമോസ്റ്റ് ഒരു 1 hour ആണ് എക്സാക്ട്ലി ആ ഒരു ടൈം ട്രാവൽ പീരീഡ് ഉള്ളത്. അവിടെ ചെന്ന് നല്ല ചൂടായിരുന്നു. ട്രിച്ചിയിൽ അത്ര ചൂടുണ്ടായിരുന്നില്ല. തഞ്ചാവൂർ ലിറ്റിൽ ഹോട്ട്. ചെന്ന് ക്ലോക്ക് റൂമിൽ നമ്മൾ നമ്മുടെ ലഗേജ് വെച്ച് ഒരു ഷെയർ ഓട്ടോ പിടിച്ച് നമ്മൾ ട്രാവൽ ചെയ്യായിരുന്നു. പെർ പേഴ്സൺ 10 rupees നമുക്ക് അത് ജംഗ്ഷനിൽ ഇറങ്ങാൻ അവർ പറഞ്ഞത്. ഞങ്ങൾ ആദ്യം തന്നെ പോകാൻ നോക്കിയത് ഒരു സ്പെഷ്യൽ വൺ ഓഫ് ദി ഡെസ്റ്റിനേഷൻ വിച്ച് ഇസ് തഞ്ചാവൂർ പാലസ്. ആ ഫ്രണ്ടിൽ കിടന്ന അപ്പാപ്പനാണ് ഞങ്ങളെ നയിച്ചത് എങ്ങോട്ടാണ് എങ്ങനെയാണ് പോകേണ്ടതെന്നൊക്കെ പറയുന്നത്. അപ്പോൾ അന്ത പേര് തൊട്ടിയൊക്കെ പോയിട്ട് ഞങ്ങൾ തഞ്ചാവൂർ പാലസിലോട്ട് നടന്നു. അത് ഇച്ചിരി കൺഫ്യൂസിങ് ആയിരുന്നു. അപ്പം നമ്മളൊരു മാപ്പൊക്കെ ഇട്ട് അങ്ങനെ പാലസിലോട്ട് നടന്നു. അവിടെ എൻട്രി ടിക്കറ്റ് ഉണ്ടായിരുന്നു പെർ പേഴ്സൺ rupees. അത് കുറേയൊക്കെ ഊഹാഭോഹങ്ങളിൽ അങ്ങ് നോക്കി നടന്ന് ഞങ്ങൾ പാലസെത്തി. പാലസിൻ്റെ വലിയ ലുക്കൊന്നും ഇല്ലെങ്കിലും അതിനകത്ത് തന്നെ 2-3 ഒരു സ്പോട്ട് ഉണ്ടായിരുന്നു നമുക്ക്
എൻജോയ് ചെയ്യാനും മ്യൂസിയം, ആർട്ട് ഗാലറി അവിടെയൊന്നും ചില സ്ഥലത്ത് നമുക്ക് ക്യാമറ ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. ക്യാമറ യൂസ് ചെയ്യാൻ പറ്റുന്ന സ്ഥലത്തൊക്കെ ചെറിയ കാര്യങ്ങളൊക്കെ കണ്ട് ക്യാപ്ചർ ചെയ്തു. തഞ്ചാവൂരിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളും വളരെ അടുത്ത് തന്നെയാണ് നമുക്ക് പോയി ചെന്ന് കാണാൻ. അപ്പോൾ ഞങ്ങളുടെ മെയിൻ പ്ലാൻ തഞ്ചാവൂർ ബൃഹദീശ്വര ടെമ്പിൾ, ദ ബിഗ് ടെമ്പിൾ കാണാൻ വേണ്ടിയിട്ടായിരുന്നു. ബട്ട് മീൻവെൽ നമുക്ക് സമയമുള്ളത് കൊണ്ട് തന്നെ മ്യൂസിയവും ആർട്ട് ഗാലറിയും പാലസും ഒക്കെ ജോയിൻ ചെയ്ത് കാണാമെന്ന രീതിക്കാണ് ഞങ്ങൾ നടന്നത്. ഇറ്റ്സ് എ വെരി ലവ്ലി പ്ലേസ്. ടൂറിസം നല്ലപോലെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു സ്ഥലത്ത് ഇങ്ങനത്തെ ഒരു മെയിൻ്റനൻസ് അവർ ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ ഇറ്റ്സ് പ്രിറ്റി കൂൾ. അവിടെ ഓരോ കുഞ്ഞു ഓരോരോ സാധനങ്ങൾ അവരുടേതായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ കുറേ കാര്യങ്ങൾ തഞ്ചാവൂർ ഇങ്ങനെ കളിമണ്ണ് കൊണ്ടൊക്കെ ഉണ്ടാക്കുന്ന ഓരോരോ ബൊമ്മ കുട്ടികളൊക്കെ അവർ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. കുറച്ച് സാധനങ്ങൾക്ക് പർച്ചേസ് ചെയ്തു ഞാൻ വീട്ടിലത്തേക്ക്. ദെൻ നമ്മൾ മോസ്റ്റ് എക്സൈറ്റ്ഫുള്ളി നമ്മൾ നോക്കിക്കണ്ടിരുന്ന ആ ഒരു ബിഗ് ടെമ്പിളിലോട്ടുള്ള വിസിറ്റാണ്. അവിടുന്ന് പിന്നെ ഓട്ടോയിൽ നമ്മൾ ചെയ്തത്. 100 rupees അവർ പറഞ്ഞത്. ഓൾമോസ്റ്റ് തമിഴ്നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഈ ഓട്ടോക്കാരുടെ ഒരു അൺസർട്ടനിറ്റി ഈസ് സംതിങ് വെരി ചാലഞ്ചിങ്. അവർ പറയുന്ന പൈസ തന്നെ നമ്മൾ കൊടുക്കണം, ഇല്ലെങ്കിൽ അവിടെ ഒരു ബാർഗൈനിങ് അവിടെ സംഭവിക്കത്തില്ല. പിന്നെ ടെമ്പിൾ വിസിറ്റല്ലേ, ഒരു പൂവൊക്കെ ചൂടി അങ്ങനെ പോകാം എന്നുള്ള രീതിയിൽ ഡിസൈഡ് ചെയ്ത് പൂവൊക്കെ വാങ്ങിച്ചു. 1010 ചോള രാജാവായ രാജരാജ ചോളൻ ഒന്നാമൻ പണികഴിപ്പിച്ചതാണ് തഞ്ചാവൂർ നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ പുരാതനമായ ഈ ക്ഷേത്രം. ശിവനാണ് ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ. ഇവിടെ ശിവനെ ബൃഹദീശ്വരൻ എന്ന പേരിലാണ് ആരാധിക്കുന്നത്. ക്ഷേത്രത്തിലെ ഗോപുരം ഏകദേശം 716 അടി ഉയരമുള്ളതാണ്. ഇത് ഈ ക്ഷേത്രം പൂർണ്ണമായും ഗ്രാനൈറ്റ് കൊണ്ട് നിർമ്മിച്ചു. അതിശയകരമായ ശില്പകലയും ഈ ക്ഷേത്രത്തിലെ ക്ഷേത്രത്തിലെ നൃത്തശാലകൾ, ശില്പങ്ങൾ, ഭിത്തിചിത്രങ്ങൾ എന്നിവ ചോളകാലത്തെ കലാ സാംസ്കാരിക സമ്പത്തിനെ തെളിയിക്കുന്നു. ഈ ക്ഷേത്രം യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചോള സാമ്രാജ്യത്തിൻ്റെ ശക്തിയും ദക്ഷിണേന്ത്യ ക്ഷേത്ര വാസ്തുവിദ്യയുടെ മഹത്വവും പ്രകടമാക്കുന്ന ഒരു അമൂല്യ സ്ഥാനമാണ് തഞ്ചാവൂരിലെ ഈ വലിയ ഗോപുരം നമ്മളെ